ഇന്നലെ രാത്രി ശരിക്കും നെവിനും അനുമോളും ആര്യനും അക്ബറും ഒക്കെ അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞു തുള്ളിയ ഒരു ദിവസമായിരുന്നു. ശരിക്കും ഇന്നലെ രാത്രി ഒരു കാളരാത്രിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കാം, ഈ ലൈവ് എപ്പിസോഡ്സ് കാണുന്ന സമയം, ലൈവായിട്ട് നമ്മൾ ബിഗ് ബോസ് കാണുന്ന ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അനുമോൾ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ശരികളും, അനുമോൾ ഒരു പാവം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന തോന്നലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എപ്പിസോഡ് വരുമ്പോൾ എപ്പിസോഡിൽ അനുമോൾ ഒരു നെഗറ്റീവ് ആവുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എപ്പിസോഡ് മാത്രമായിട്ട് കാണുമ്പം അയ്യോ അനുമോള് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നാ ഒരു കട്ട്സ് കറക്റ്റായിട്ട് മീൻസ് ഇന്നലത്തെ ഒരു സ്പെഷ്യൽ കാര്യം ഞാൻ അത് എടുത്ത് പറയാം. എന്തുവാണ് അങ്ങനെ സംഭവിക്കാൻ, അങ്ങനെ എനിക്ക് തോന്നാനുള്ള കാരണം എന്നുള്ളത് ഞാൻ എടുത്ത് പറയാം. ഫസ്റ്റ്ലി ഇന്നലെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ലൈവ് എപ്പിസോഡ് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന പാവ ടാസ്കിൽ അക്ബർ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ലൈവില് അക്ബർ കംപ്ലീറ്റ്ലി നെഗറ്റീവ് അല്ല. ഞാൻ ഇന്നലെ തന്നെ ഓൾറെഡി അത് പറഞ്ഞിരുന്നു. അക്ബർ ശരിക്കും നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ആ പാവകളൊക്കെ എടുത്തത്. പക്ഷെ ടാസ്ക്കാണ്, ബിഗ് ബോസിന്റെ ടാസ്ക്കാണ്. ബിഗ് ബോസിന്റെ ടാസ്കിൽ എപ്പോഴും ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെ എടുക്കും, അയാൾ തന്നെ ജയിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ബുദ്ധിപരമായിട്ട് കളിക്കാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മോഷ്ടിച്ചാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത്, എനിക്ക് അങ്ങനെ എടുക്കും. പക്ഷെ എങ്കിലും ഇന്നലത്തെ ലൈവിൽ നമ്മൾ അക്ബറിന്റെ എഫേർട്ടൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ അനുമോൾ ആരോപിച്ച ആ ഒരു ബസ്സിന്റെ കാര്യം, ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞ ആ വാക്കുകളൊന്നും ഇന്നലെ ലൈവിൽ വിസിബിൾ ആയിരുന്നില്ല. എന്നാൽ കേൾക്കാൻ പാകത്തിനുള്ള കുറച്ച് വാക്കുകളൊക്കെ ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന ജാക്കി വെക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സ്ത്രീകൾ ബസ്സിൽ നിൽക്കുമ്പോൾ നല്ല തള്ളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആണുങ്ങൾ വന്നിട്ട് അവർ ചേർന്ന് നിൽക്കും. അപ്പം അവരുടെ കുറച്ച് പ്രൈവറ്റ് പാർട്സ് സ്ത്രീകളുടെ ദേഹത്ത് തട്ടുന്നത് ഭയങ്കര മോശമായിട്ടുള്ള, മനുഷ്യനങ്ങ് ചത്തുപോകുന്ന അവസ്ഥയിലുള്ള അത്രയും വൃത്തികെട്ട ഒരു ഇതാണ്. ആ മോശം ആ കാര്യം അതൊരിക്കലും അനുമോള് അവിടെ അക്ബറിനെ ആരോപിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് അനുമോൾ ചെയ്യുന്നത് തെറ്റാണ്. 70 ദിവസമായിട്ട് അറിയത്തില്ലേ ഇവരൊക്കെ ആണുങ്ങളാണ് എന്ന്? അറ്റ്ലീസ്റ്റ് ആണുങ്ങളാണേ, അപ്പൊ പിന്നെ അത് മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ആണുങ്ങളായതുകൊണ്ട് അത് ചെയ്യാം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് മനഃപൂർവ്വം ഒരിക്കലും ചെയ്യില്ല. അക്ബർ ഒരിക്കലും അനുമോളോട് അങ്ങനെ ചെയ്യില്ല. ആ ഒരു വിശ്വാസം അനുമോൾക്ക് തോന്നാഞ്ഞത് എന്തേ? അങ്ങനെ ഒരു കാര്യം എന്തിനാണ് അങ്ങനെ ഒരു മോശം വൃത്തികേട് അനുമോൾ ആരോപിച്ചത്? അതൊഴിച്ചാൽ ബാക്കി അനുമോൾ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും, പിന്നെ ആദില മോഷ്ടിച്ചു വെച്ച ആ ഒരു കാര്യം, അക്ബറിനോട് നമുക്ക് വിഷമം തോന്നും. പക്ഷെ എങ്കിലും അത് ആദിലയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെ തോന്നി. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അത്രയും തള്ളിന്റെ ഇടയിൽ നിന്ന് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് മാത്രമാണ് ഈ പാവകൾ വരുന്നത്. ഈ 10 പേര് നിന്ന് അള്ളി മാന്തി ആ പാവകൾ അത്രയും എടുക്കണം. അത് സാധിക്കാത്ത പക്ഷം ആദില അവിടെ ക്ലവറായിട്ട് മോഷ്ടിച്ചെടുത്തു, പോയിന്റ് നേടി. അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിന് അനൗൺസ് ചെയ്യാമായിരുന്നല്ലോ അക്ബറിന്റെ പാവകളൊക്കെ തിരിച്ചു കൊടുക്ക് എന്ന്. അത് ബിഗ് ബോസ് ചെയ്തില്ലല്ലോ. സോ അതൊരു തെറ്റല്ലാത്തത് അവിടെയാണ്. ബിഗ് ബോസിന് അത് തെറ്റല്ല എങ്കിൽ നമുക്കത് തെറ്റല്ല എന്നേ പറയാൻ പറ്റൂ. സോ അക്ബർ, ഐ എം വെരി സോറി. പക്ഷേ അത് കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ടാസ്കിന്റെ കാര്യം അത്രയും അത് കഴിഞ്ഞു, ഓക്കെ ഫൈൻ. പക്ഷെ ഇന്നലെ രാത്രി ആര്യൻ വന്ന് വിശക്കുന്നു, അയ്യോടാ എനിക്ക് വിശക്കുന്നുടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു. അനുമോൾ പോകരുതായിരുന്നു, എന്നാലും അനുമോള് ആ ലൈവിൽ കാണുന്നുണ്ട്. നിർബന്ധിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ അനുമോള് പോയത്. ഞാൻ വേണമെങ്കിൽ മുട്ട പൊരിച്ചു തരാം, അല്ലെങ്കിൽ മുട്ട അവിടെ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുണ്ടല്ലോ, അത് ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം അനുമോളുടെ മനസ്സ് മാറുന്നുണ്ട്. അനുമോള് ദോശ, കടലമാവ്, അതും ആര്യനാണ് അവിടേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആര്യനാണ് പറയുന്നത് എന്നാൽ നമുക്ക് ഇത് കടലമാവ് വെച്ചിട്ട് അത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ ഈ റേഷന്റെ കാലാവധി, അത് കഴിഞ്ഞാൽ പുതിയ റേഷൻ കിട്ടും. അപ്പൊ ആ അടുത്ത ഒരു 2 ദിവസത്തേക്കല്ലേ തികയുമല്ലോ എന്നൊക്കെ. പക്ഷെ അത് സെൽഫായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസിന്റെ അടുക്കള എന്ന് പറയുന്നത്. അത് ചിന്തിക്കാതെ അനുമോള് പെരുമാറുന്നുണ്ട്. പക്ഷെ ഇത് ലൈവിൽ വരുമ്പോൾ അനുമോളെ അത്രയും നിർബന്ധിക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അനുമോൾ അത് ചെയ്തതെന്ന് നമുക്കൊരു തോന്നൽ വരും. പക്ഷേ ഓവറോൾ അവിടെ എന്ത് ചെയ്തു എന്നത് മാത്രമേ റിസൾട്ട് ഉള്ളൂ. അതായത് ആ വ്യക്തിയെ എത്ര നിർബന്ധിക്കുന്നു, ആര് കെഞ്ചുന്നു, ആര് കരയുന്നു എന്നുള്ളത് വിഷയമേ അല്ല. എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ആര്യൻ പറയുന്നു, അനുമോള് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, എപ്പിസോഡ് കാണുമ്പോൾ അനുമോള് ചെയ്യുന്നത് തെറ്റാണ്, ലൈവ് കാണുമ്പോൾ അനുമോള് ചെയ്യുന്നത് ശരിയാണ്. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത്,
ഇന്നലെ രാവിലെ 2 കവർ പാല് വന്നു, 1 കവർ പാല് പിരിഞ്ഞു പോയി. പക്ഷേ അത് പിരിഞ്ഞു പോയ പാലിനെ നമ്മളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളത് കളയുകയായിരിക്കും ചെയ്യാറ്. നമ്മൾ പനീരൊന്നും ഉണ്ടാക്കാനായിട്ട് എടുക്കത്തില്ല. പാല് പിരിഞ്ഞാൽ അത് നമ്മൾ കളയും. പക്ഷെ അനുമോൾ അത് തൈരായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അനീഷ് കരുതുന്നത് എന്തുവാ, ഓക്കെ വന്നത് തൈരാണല്ലേ, എന്നാ പിന്നെ പുളിപ്പുള്ള തൈരാണെങ്കിൽ കുടിക്കാമെന്ന് കരുതി ഗ്ലാസ്സിൽ കുറച്ചെടുത്ത് ഒഴിച്ച് കലക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി ഇന്നലെ രാവിലെ തന്നെ ആ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് തൈരല്ല, ഇത് കുടിക്കാൻ പാടില്ലെന്നൊക്കെ ഇന്നലെ ലക്ഷ്മി അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് അനുമോള് പിന്നെ തിരുത്തി പറയുന്നില്ല. കാരണമുണ്ട്, അനുമോൾക്ക് അത് അറിയില്ല. അത് തൈരാണ്, അത് അല്ലെങ്കിൽ തൈരെന്ന് ഉദ്ദേശിച്ചത് പാല് പിരിഞ്ഞതാണ് എന്നുള്ളത് അനീഷ് അതിനെ അങ്ങ് വളച്ചൊടിച്ച് അനീഷ് ചിന്തിച്ചു വെക്കുകയാണ് ചെയ്തത്. അനീഷിനും അത് അറിയില്ല. അനീഷും ആ അറിവില്ലായ്മ അനീഷ് അങ്ങ് സത്യമാക്കി. അനുമോൾ മനഃപൂർവ്വം ചെയ്തു എന്നുള്ള രീതിയിൽ അനീഷ് രാത്രി അതിനെ വീണ്ടും അത് സംസാര വിഷയമായി. അപ്പോ ഈ പറഞ്ഞ ആര്യനും അക്ബറും സാബുമാനും ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് അനുമോൾക്ക് അറിയാമായിരുന്നു അത് പാലായിരുന്നു എന്ന്. അത് പാലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് തൈരാണെന്ന് അവൾ മാറ്റി പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ എപ്പിസോഡിനകത്ത് ആദിലെടുത്ത് അനുമോൾ പറയുന്ന ഒരു സീൻ അതിന്റെ കൂടെ തന്നെ ഓവർലാപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അത് പാലാണെന്ന് എനിക്കറിയാം, അനീഷേട്ടനാണ് അത് തൈരാണെന്നുള്ള രീതിയിൽ അത് പറഞ്ഞത് എന്നുള്ള രീതി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൈരെന്ന് പറഞ്ഞത് അനുമോളാണ്. പക്ഷെ അനുമോൾ ഉദ്ദേശിച്ച തൈര് ആ മോരും തൈരും അതല്ല, പകരം പാല് പിരിഞ്ഞ് അത് തൈരായി മാറി എന്നാണ് പറഞ്ഞത്. അല്ലാതെ കുടിക്കാനുള്ള തൈരാണെന്ന് അനുമോളും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പിസോഡിൽ ആ ഒരു പാർട്ട് മാത്രം എടുത്തിട്ടപ്പോഴത്തേക്കും മനഃപൂർവ്വം അനീഷിനെ ചതിക്കാൻ വേണ്ടിയിട്ട് അനുമോള് വെച്ചതുപോലെ എപ്പിസോഡ് കാണുന്നവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ അനുമോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ലൈവ് കാണുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഫൈനലി അനുമോൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ തെറ്റുകളൊക്കെ അനുമോൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. അനുമോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലതെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുമോൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. സോ ഈ ഒരു സീനകത്ത് ഇന്നലത്തെ ദിവസത്തെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അനുമോൾ തെറ്റുകാരിയായിട്ട് അതേ റിസൾട്ടിൽ വരത്തുള്ളൂ. ലാലേട്ടൻ വരുമ്പോൾ അനുമോളാണ് തെറ്റുകാരി. പിന്നെ നെവിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നെവിൻ അവിടെ അനുമോളുടെ ഡ്രോയറൊക്കെ നോക്കി ഒരു പാവ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആരിന് വേണ്ടിയിട്ട് അനുമോൾ അവിടെ കിച്ചണിൽ കയറി ഓരോന്ന് ഉണ്ടാക്കാൻ പോയത്. അക്ബറും എല്ലാവരും കൂടെ ചേർന്നാണ് അത് ചെയ്തത്. എങ്കിലും അവസാനം വരുമ്പോഴത്തേക്കും ഷാനവാസ് കിച്ചൺ ക്യാപ്റ്റൻ ആയിരിക്കെ ഷാനവാസിനെ അറിയിക്കാതെ അനുമോള് കയറി അവിടെ എല്ലാം ഉണ്ടാക്കി അത് കൊണ്ട് ഇവിടെ ആദിലേക്ക് നൂറയ്ക്കും കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് അവർ പോലും കൈമലർത്തി. അവർക്ക് പോലും ഇതിനകത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ. ഏതായാലും ശരി, അനുമോൾ അവിടെ ആ നെവിന്റെ മുന്നിൽ എനിക്ക് പറയാന്ന് വെച്ചാലേ, ഈ പട്ടി കുറച്ചുകൊണ്ട് കടിക്കാൻ വരത്തില്ലേ, അതുപോലെയാണ് നെവിൻ അനുമോളെ ഇട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഇട്ട് ഓട്ടിക്കുന്നത്. ഒരാൾ പോലും അക്ബർ പിന്നെയും വരുന്നുണ്ട് എങ്കിലും അക്ബർ പോലും ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അവസാനം നെവിനെ പിടിച്ച് മാറ്റുകയോ അനുമോളെ അതിൽ നിന്നൊന്നും അനുമോളെ മാറ്റുകയോ ഒന്നും ചെയ്തില്ല. എല്ലാവരും അത് കണ്ടിങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അനുമോളെ നേരെ ആ നെവിൻ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ചെല്ലുന്ന ആ ഒരു സീൻ അത് കുറേ നേരം തുടർന്നു. അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈവ് കാണുമ്പോൾ അനുമോളോട് ഭയങ്കര സഹതാപം തോന്നും. പക്ഷെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും അനുമോൾക്ക് അത് വേണം, നെവിൻ നല്ലവനാണ്, നെവിൻ കണ്ടോ അത് അത്രയെങ്കിലും ശിക്ഷ നെവിൻ കൊടുക്കണം എന്ന് എപ്പിസോഡ് കാണുന്നവർക്ക് തോന്നും. അപ്പൊ ഫൈനലി ഇന്നലത്തെ ദിവസം അനുമോളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാതെ തന്നെ അനുമോൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അകത്ത് ബിഗ് ബോസ് വീടിനകത്ത് ഈവൻ സാബു വരെ അനുമോള് ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ അനുമോൾ ഒരു ഇത്തിരി സീനാണ് എന്നുള്ളൊരു ലെവലിലേക്ക് സാബു വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ എപ്പിസോഡിനകത്ത് തുടക്കം തന്നെ അനുമോൾ ഇനി കിച്ചണിൽ കയറില്ല എന്നൊരു വലിയ മുദ്രാവാക്യം അവിടെ ഉണ്ട്. കയറുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ ലൈവ് കാണുമ്പോൾ അറിയാം. അപ്പോൾ നിങ്ങളും കാത്തിരിക്കുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.